السلام عليكم ورحمة الله. بسم الله الحمد لله. اللهم صل وسلم على نبينا محمد. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ ബുലൂഗുൽ മറാമിൽ നിന്നുള്ള അവസാന ഭാഗത്തെ കിതാബുൽ ജാമിഅയിലെ ബാബുൽ ബിർരി വസ്സില, ബന്ധം ചേർക്കുന്നതിൻ്റെയും പുണ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്: മൻ നഫസ അൻ മുസ്ലിമിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ആരെങ്കിലും തൻ്റെ മുസ്ലിമായ ഒരു സഹോദരൻ്റെ പ്രയാസം, ഈ ദുനിയാവിലെ പ്രയാസം ആരെങ്കിലും നീക്കിക്കൊടുത്താൽ, ദൂരീകരിച്ചു കൊടുത്താൽ, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അയാളുടെ പ്രയാസങ്ങൾ അയാൾക്ക് നീക്കിക്കൊടുക്കും എന്നാണ്. വമൻ യസ്സറ അലാ മുഅസ്സിരിൻ ഫിദ് ദുനിയ യസ്സറല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ. ആരെങ്കിലും ദുനിയാവിൽ ഒരാളുടെ പ്രയാസത്തിന് ലഘൂകരണം കൊടുത്താൽ, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അയാളുടെ പ്രയാസത്തിന് ലഘൂകരണം കൊടുക്കുമെന്നാണ്. വമൻ സതറ അലാ മുസ്ലിമിൻ ഫിദ് ദുനിയ സതറല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ. ആരെങ്കിലും ഒരു മുസ്ലിമിൻ്റെ ന്യൂനത, ഈ ദുനിയാവിലുണ്ടായിരുന്ന ന്യൂനത അയാൾ മറച്ചു വെച്ചാൽ, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അയാളുടെ ന്യൂനത മറച്ചു വെക്കുമെന്നാണ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരുവൻ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അല്ലാഹു അദ്ദേഹത്തെയും സഹായിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ഈ ഒരു ഹദീസിൽ ഒരു ഖായിദ പണ്ഡിതന്മാർ നൽകുന്നതായി കാണാം: അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. എന്താണോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതിന് തത്തുല്യമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് അതിന് പ്രതിഫലം നൽകുക എന്നാണ്. മറ്റു പല ഹദീസുകളിലും കാണാം, ആരെങ്കിലും ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി ഒരു ഭവനം നിർമ്മിച്ചാൽ, ഒരു പള്ളി നിർമ്മിച്ചാൽ, അള്ളാഹു അവന് നാളെ പരലോകത്ത് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കും എന്നാണ്. എല്ലാത്തിനും തത്തുല്യമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ അതേ പ്രയോഗത്തിലുള്ള ചില പ്രയോഗങ്ങളാണ്. ദുനിയാവിൽ ആരുടെയെങ്കിലും പ്രയാസം ഒരാൾ നീക്കിക്കൊടുത്താൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് സഹായം ചെയ്യുമെന്നാണ്. കാരണം പരലോകത്തിൻ്റെ അവസ്ഥ, അവിടെ ഒരാളും ഒരാളെയും സഹായിക്കാൻ ഉണ്ടാവുകയില്ല. സ്വന്തം മക്കൾ മാതാപിതാക്കളെ സഹായിക്കാൻ ഉണ്ടാവുകയില്ല. സ്വന്തം ഭാര്യയെ ഭർത്താവിനെ സഹായിക്കാൻ കഴിയുകയില്ല. ഒരാൾക്കും ഏറ്റവും അടുത്ത ബന്ധുവിന് പരസ്പരം സഹായിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. എങ്കിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സഹായം ലഭിക്കണമെങ്കിൽ അള്ളാഹു പറയുന്നു, ഈ ലോകത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്താൽ അവിടെയുണ്ടാകുന്ന പ്രയാസം ഞാൻ നീക്കിത്തരാം എന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. യഥാർത്ഥത്തിൽ ഇന്ന് സമൂഹത്തിൽ ധാരാളം ആളുകളുടെ പ്രയാസങ്ങൾ അത് ആളുകൾ നീക്കിക്കൊടുക്കുന്നുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ ധാരാളം പണം സമ്പാദനവും ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ധാരാളം കാണുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോകളും ആളുകൾ ചെയ്തതിൻ്റെ പ്രവർത്തനങ്ങളുടെ ലിസ്റ്റും എല്ലാം കാണുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഇതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നാട്ടിലൊരു വലിയ പേരെടുക്കാൻ വേണ്ടിയാണോ? അതല്ല എൻ്റെ സംഘടനയ്ക്ക് വേണ്ടിയാണോ? ഇന്ന പാർട്ടിക്ക് വേണ്ടിയാണോ? എങ്കിൽ അതൊന്നും അല്ലാഹുവിൽ സ്വീകാര്യമല്ല. നമ്മൾ നമ്മളുടെ ഉദ്ദേശം ശരിയാക്കണം. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാ. അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടത്. അത് ആ കർമ്മം ഏതൊരു കർമ്മമാണെങ്കിലും അതൊരു വലിയ സംഖ്യ കൊടുത്ത് സാമ്പത്തികമായി കൊണ്ട് തന്നെ സഹായിക്കണമെന്നില്ല.
പണ്ഡിതന്മാർ ഇമാം സഅദി റഹിമഹുല്ല ഇതിനെല്ലാം വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം, ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും നിങ്ങൾക്ക് അയാളുടെ പ്രയാസത്തെ ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്. എന്താണ് വാക്ക്? കലിമത്തൻ ത്വയ്യിബ, ഏറ്റവും നല്ലൊരു വാക്ക് പറയാം. ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിച്ച് എന്താണ് നിങ്ങളുടെ വർത്താനം, എന്തൊക്കെയുണ്ട്, സുഖല്ലേ എന്നൊരു ചോദ്യം തന്നെ കലിമത്തൻ ത്വയ്യിബ. അത് ഉദ്ദേശം ഉണ്ടായാൽ മതി. ആ ഉദ്ദേശം അയാളുടെ മനസ്സിന്, ഒരു പ്രയാസമുള്ള മനസ്സിന് ഒരു സമാധാനം ഉണ്ടായാൽ അതെല്ലാം ഇതിൻ്റെ ഗണത്തിൽ വരുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ വാക്കുകളും, ഒരു പ്രവൃത്തിയാണെങ്കിലും ഒരു ദാനധർമ്മമാണെങ്കിലും എല്ലാം അതിൻ്റെ അടിസ്ഥാനപരമായി അതിൻ്റെ നീയത്ത് ശരിയാക്കിയാൽ, ഇഖ്ലാസ് ഉണ്ടാക്കിയാൽ നാളെ പരലോകത്ത് അത് നമുക്ക് ഉപകാരപ്പെടുമെന്നാണ്. രണ്ടാമത് ഈ ഹദീസിൽ സൂചിപ്പിച്ചത്, ആരെങ്കിലും ഒരാൾക്ക് ഒരു പ്രയാസത്തിന് എളുപ്പമുണ്ടാക്കിയാൽ എന്നാണ്. അവിടെ ഉദ്ദേശം ആരെങ്കിലും കടം കൊടുത്തിട്ട് അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നാൽ നീട്ടിക്കൊടുക്കുക എന്നാണ് ഉദ്ദേശം. കടം കൊടുത്തു, ഇന്ന തീയതിക്കുള്ളിലായിക്കൊണ്ട് ഞാനത് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അയാൾ എത്ര പരിശ്രമിച്ചിട്ടും അത് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരാൾ അതിന് എളുപ്പം കൊടുത്തു അഥവാ നീട്ടിക്കൊടുത്തു എങ്കിൽ അതിന് വമ്പിച്ച പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് അയാളെ സഹായിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ കാണാം. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്ന റജുലൻ കാന ഫീമൻ കാന ഖബലകും അതാഹുൽ മലിക് ലിയഖ്ബിദ റൂഹഹു. ഒരു മനുഷ്യന്റെ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ റൂഹ് പിടിച്ചു. പിന്നീട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അദ്ദേഹത്തിന്റെ വിചാരണ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഹൽ അമിൽത മിൻ ഖൈരി, താങ്കൾ എന്തെങ്കിലും ഒരു നന്മ താങ്കളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറയുകയാണ്, മഅലം, എനിക്കറിയില്ല. അദ്ദേഹം എത്ര ആലോചിച്ചിട്ടും അദ്ദേഹത്തിന് അറിയുന്നില്ല. ആ മലക്ക് വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടോ? അദ്ദേഹം പറയുകയാണ്, അഅലമു ശൈഅൻ, എനിക്കൊരു കാര്യം അറിയാം. എന്താണ്? ഞാൻ ദുനിയാവിൽ ചില ആളുകൾക്കൊക്കെ കടം കൊടുത്തിരുന്നു. ആ കടം കൊടുത്ത സമയത്ത് അവർക്കത് തിരിച്ചു നൽകാൻ സാധിക്കാത്ത സമയത്ത് അവർക്കത് ഞാൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുമായിരുന്നു, അവർക്കൊരു എളുപ്പം നൽകുമായിരുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ മലക്കുകളോട് കൽപ്പിക്കും, ഫഅദ്ഖിൽഹുല്ലാഹുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ മലക്കുകളോട് കൽപ്പിക്കുന്നതാണ്. അത്രയും ഒരാൾക്ക് പ്രയാസം ദൂരീകരിച്ചു കൊടുക്കാൻ, പ്രത്യേകിച്ച് ഈ കടത്തിന്റെ വിഷയത്തിലെല്ലാം നമുക്ക് അത് അയാളോട് തിരിച്ചു വേണ്ട എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാണ്. അതല്ലെങ്കിൽ അതിനേക്കാൾ അതിൻ്റെ മുകളിലുള്ളത് നമുക്കത് ഒരല്പം നീട്ടിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനെല്ലാം പ്രതിഫലമുണ്ട് എന്നാണ്. കഴിഞ്ഞൊരു ഹദീസിൽ നമ്മൾ സൂചിപ്പിച്ചു, അത് നീട്ടിക്കൊടുക്കുന്ന കാലത്തോളം അതിന് ഇരട്ടിയായിക്കൊണ്ട് പ്രതിഫലം ലഭിക്കും. ഉദാഹരണത്തിന് ഒരാൾ ഒരു 1000 രൂപ ഇന്ന ദിവസം കടം തരാം, അതിന് ദിവസം തിരിച്ചു തരാം എന്ന് പറഞ്ഞു, അയാൾക്കത് സാധിച്ചില്ല എങ്കിൽ അടുത്ത ഒരു മാസം കൂടി അത് നീട്ടിക്കൊടുത്താൽ ഓരോ ദിവസത്തിനും 1000 രൂപ കടം കൊടുത്ത പ്രതിഫലം. എത്ര? 1000 രൂപ കടം കൊടുത്ത ഒരാൾക്ക് 30,000 രൂപ കടം കൊടുത്തതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ്. ആ സമയത്തും അയാൾക്ക് തിരിച്ച് അടക്കാൻ സാധിച്ചില്ല എങ്കിൽ അദ്ദേഹം വീണ്ടും ഒരു മാസം തിരിച്ച് അവധി കൊടുത്താൽ വീണ്ടും അയാൾക്ക് ഇരട്ടി പ്രതിഫലം. അപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം 2000 രൂപ കടം കൊടുത്തത് പ്രതിഫലം, അങ്ങനെ ഒരു മാസത്തിൽ 60,000 രൂപ കടം കൊടുത്തതിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും എന്ന രീതിയിൽ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഈ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു ന്യൂനത മറച്ചു വെക്കുക എന്നുള്ളത്, ഒരാളുടെ ന്യൂനത മറച്ചു വെക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഒരു മുസ്ലിമിന്റെ ഒരു ന്യൂനത മറച്ചു വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇന്ന് സമൂഹത്തിൽ പ്രത്യേകം ആളുകൾ ന്യൂനതകൾ എടുത്തു കാണിക്കുന്നത് ആരെയാണ്? ഏതെങ്കിലും ഒരു നല്ല മനുഷ്യൻ, അയാളുടെ അടുത്ത് വല്ല ന്യൂനത കണ്ടാൽ അത് പെട്ടെന്ന് എല്ലാ ആളുകളും അത് പരസ്യമാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ആരുടെയാണ്? ഏറ്റവും സ്വാലിഹായ ഒരു മനുഷ്യരുണ്ടെങ്കിൽ അയാളിൽ വല്ല വീഴ്ചകളും വന്നാൽ അതല്ല പരസ്യമാക്കേണ്ടത്. അത് നാട്ടിലെ ആളുകളെല്ലാം പരസ്യമാക്കിയിട്ട്, കണ്ടോ ഇവന്റെ മുഖം യഥാർത്ഥത്തിൽ ഇതൊന്നല്ല, ഇതൊക്കെ ആരാധനക്ക് വെറും മുഖം മൂടിയാണ്, അതിനുള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകൾ പരസ്യമാക്കും. യഥാർത്ഥത്തിൽ അതിനെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. സാധാരണക്കാരായ ആളുകളിൽ നിന്ന് നിത്യമായി അത് സംഭവിക്കും. എന്നാൽ സ്വാലിഹ്യങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും സംഭവിച്ചാൽ, മനുഷ്യനാണ്, മനുഷ്യർക്ക് സഹജമായി ഏത് സമയത്തും തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ അതിനെയാണ് ഏറ്റവും കൂടുതൽ ആ ന്യൂനതകൾ മറച്ചു വെക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കൂടെ അദ്ദേഹത്തിന്റെ ന്യൂനതകൾ പിന്തുടർന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇയാളുടെ ന്യൂനത പിന്തുടർന്ന് ആളുകൾക്കിടയിൽ അത് വെളിപ്പെടുത്തുന്നതാണ്. എങ്ങാനും അല്ലാഹു പറഞ്ഞു ആ ഹദീസിൽ പറയുന്നതായിട്ട് കാണാം, വമൻ യത്തബഇല്ലാഹു ഖൗറതഹു യുഫ്ദഹു ഫീ ബൈതിഹി, അവൻ വീട്ടിൽ വാതിൽ അടച്ചിരിക്കുകയാണെങ്കിലും
അള്ളാഹു അദ്ദേഹത്തിന്റെ ന്യൂനത ആളുകൾക്കിടയിലൂടെ വെളിപ്പെടുത്തുന്നതാണ്. അത് വീട്ടിൽ ഇരുന്നാലും അദ്ദേഹത്തിന്റെ ന്യൂനത അള്ളാഹു സുബ്ഹാനഹു തആല പരസ്യപ്പെടുത്തുമെന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നന്നായി സൂക്ഷിക്കണം. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു തആല അവസാനമായി കൊണ്ട് പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഏതെങ്കിലും അടിമയുടെ കാര്യത്തിൽ സഹായിക്കാൻ ഇറങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു തആല അയാളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് സദാ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ അവരുടെ പ്രയാസങ്ങൾ നീക്കാനും അവർക്കെല്ലാ ദൂരീകരണം നൽകാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അത് നമുക്ക് ഈ ലോകത്തും നാളെ പരലോകത്തും ഉപകാരപ്പെടും. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരത്തിൽ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.